എൻ്റെ പൊന്നല്ലേട, ഒന്ന് ഏട്ടനെ കേൾക്ക് കുഞ്ഞ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചങ്കുമുട്ടി മരിച്ചു പോകും വാവേ. മോളെ നീ എന്നെ ഒന്ന് നോക്കണേ. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്തു. അവൻ്റെ കണ്ണുനീർ ശക്തിയുടെ മുഖത്തൂടെ ചാറിയിട്ടൊഴുകി. അവൻ്റെ ശ്വാസം മുഖത്തട്ടിയപ്പോൾ ശക്തി ചെറുതായിട്ടൊന്ന് കുറുകി. ശിവ വേഗം അവളെ മുഖമുയർത്തി നോക്കി. അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ചുണ്ടുകൊണ്ട് ദേവേട്ട എന്ന് വിളിക്കാൻ നോക്കി. അവനത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. വേഗം അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഒന്നുകൂടെ നെഞ്ചിലേക്ക് പൊതിഞ്ഞ് പിടിച്ചു. ഇടയ്ക്ക് അവൻ ശക്തിയുടെ പൾസ് ചെക്ക് ചെയ്തു. പൾസ് കുറഞ്ഞു വരുന്ന കണ്ട് അവന് ദേഹം വിറച്ചുപോയി. ടാ ഒന്ന് വേഗം, അവൻ സൂരജിനോട് കരഞ്ഞു പറഞ്ഞു. ശിവ, നമ്മൾ എത്തി, നീ പേടിക്കല്ലേ. സൂരജ് കരഞ്ഞു കരഞ്ഞ് തളർന്നു പോയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും ശിവ അവളെയും കൈകളിലെടുത്ത് എമർജൻസി യൂണിറ്റിലേക്ക് ഓടിക്കയറി. സൂരജും ആളും അവൻ്റെ പിന്നാലെ തന്നെ ഓടി. എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു. ഡോക്ടർ ശക്തിയെ നോക്കി. ശിവയെ അറിയാവുന്നവരായിരുന്നു അവിടെയൊക്കെ ഉള്ളത്. ശിവദേവ്, എന്താ ഇത് എന്തു പറ്റിയതാ? അതൊക്കെ പിന്നെ പറയാം ഡോക്ടർ, വേഗം എന്തെങ്കിലും ചെയ്യും, പൾസ് വളരെ വീക്കാണ്. ഡോക്ടർ അവളെ വേഗം നോക്കി ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്പസമയം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ശിവ, ഹെഡ് ഇഞ്ചുറി അധികം കുഴപ്പമില്ല, എന്നാലും സ്കാൻ ചെയ്ത് നോക്കണം. വയറ്റിലെ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്, ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇന്റേണൽ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി വേണം. എനിക്ക് അവളെ വേണം ഡോക്ടർ. ഞാൻ എന്ത് വേണം തരാം, ചെയ്യാം. പക്ഷെ ജീവനോട് തന്നെ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ശിവദേവ്, താനൊരു ഡോക്ടർ അല്ലേ? ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ. ഈ പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്യും വേഗം. അവൻ വിറക്കുന്ന കൈയോടെ അതിൽ സൈൻ ചെയ്തു. അവൻ്റെ കണ്ണുനീർ വീണ് പേപ്പറെല്ലാം നനഞ്ഞുപോയി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടെ എത്തിയിരുന്നു. എൻ്റെ മോൾക്ക് എന്താ പറ്റി? എനിക്ക് അവളെ കാണണം. ശേഖരൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നോക്കി. സൂരജ് ശങ്കറും എല്ലാം ചേർന്ന് അയാളെ പിടിച്ചു വെച്ചു. ലക്ഷ്മിയെയും പത്മിനിയെയും വല്യമ്മയും മാളുവിൻ്റെ അമ്മയും കൂടെ താങ്ങി. ശോഭയും മഞ്ജുവും മുത്തശ്ശിയും അച്ഛമ്മയും അമ്മമ്മയും വീട്ടിലായതിനാൽ അവരെ നോക്കാനെന്നും പറഞ്ഞു വന്നില്ല. അച്ചാച്ചൻ ശിവയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ സൂരജ് അയാളെ തടഞ്ഞു. വേണ്ട അച്ചാച്ചൻ, അവനോടിപ്പോൾ ഒന്നും ചോദിക്കേണ്ട. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ആകെ തകർന്നു നിൽക്കുക. ആ ശരീരത്തിൽ ജീവൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്നാലും എൻ്റെ കുഞ്ഞിന് അവൻ മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് നേരത്താണാവും എനിക്ക് എല്ലാവരോടും തറവാട്ടിൽ വരാൻ പറയാൻ തോന്നിയത്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണെങ്കിലും അവരിവരെ തേടി വരും. എന്നാൽ അവിടെ തറവാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? അവരാരാ? എന്തിനാ എൻ്റെ മോളെങ്ങനെ ഉപദ്രവിച്ച്? സൂരജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ ഷോക്കിലായിരുന്നു മാധവവർമ്മ. തൽക്കാലം ശക്തിയുടെ വീട്ടുകാരെന്ന് അറിയണ്ട. അവരെ കൂടെ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത്? അപ്പോഴേക്കും ഡോക്ടർ പുറത്തു വന്നു. ശിവദേവ് സാർ. എന്താ ഡോക്ടർ? അവൻ ഓടി ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ശക്തി ദേവേട്ടെന്ന് വിളിക്കുന്നത് ശിവയാവും അല്ലേ? അതെ. എന്താ ഡോക്ടർ? ഒന്നുമില്ല, ശക്തി കോൺഷ്യസ് അല്ല. ബട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റി ശ്രദ്ധിച്ചതാ. തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കൊണ്ടാൻ പോവുകയാണ്. അതിനുമുമ്പ് താൻ വന്ന് എന്തെങ്കിലും സംസാരിക്കും. അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കും. ബിക്കോസ് ശക്തി തൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല BP-യിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അതൊന്ന് നോർമലായി കിട്ടാൻ ചാൻസ് ഉണ്ട്. ശിവയ്ക്ക് ഡോക്ടർ പറഞ്ഞിട്ട് മനസ്സ് വിങ്ങി. അവൻ ഡോക്ടറുടെ കൂടെ ICUവിലേക്ക് കയറി. അവിടെ ഓക്സിജൻ മാസ്കൊക്കെ ധരിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ശക്തിയെ കണ്ട് അവൻ്റെ നെഞ്ച് പൊടിയുന്ന പോലെ തോന്നി. അവൻ അനങ്ങാനാവാതെ അവിടെ തറഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. ശിവദേവ്, ഇങ്ങനെ പാനിക്കാവാതെ. ഷീ നീഡ്സ് യുവർ പ്രസൻസ്. തൻ്റെ ശബ്ദം കേട്ട് ഒരു ചെറുവിരലെങ്കിൽ അവൾക്ക് അനക്കാനായാൽ അത് നമുക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ്. സമയമില്ല, 10 മിനിറ്റിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണം. ശിവ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. ഇടറുന്ന ശബ്ദത്തോടെ അവളെ വിളിച്ചു. ഡോക്ടർ അവൻ്റെ ഷോളിൽ തട്ടി. ശിവദേവ് പ്ലീസ്. അവൻ വേഗം കണ്ണു തുടച്ചു. വാവേ, ഏട്ടൻ്റെ മോള്. എൻ്റെ കുഞ്ഞിനൊന്നുമില്ല കേട്ടോ. മോളുടെ അടുത്ത് തന്നെ ഏട്ടനുണ്ടേ. ശക്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ചുണ്ടുകൾ പതിയെ ദേവേട്ടാന്ന് മന്ത്രിച്ചു. ഗുഡ്, ഞാൻ പറഞ്ഞല്ലോ ശിവദേവ്. ഷീ റെക്കഗ്നൈസ് യു. തൻ്റെ ശബ്ദം അവൾ തിരിച്ചറിയുന്നുണ്ട്. ഡോക്ടർ വേഗം അവിടെയുള്ള മറ്റൊരു ഡോക്ടർ അടുത്തേക്ക് പോയി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. ശിവ വീണ്ടും അവളോട് സംസാരിച്ചു. വാവേ, കുഞ്ഞിൻ്റെ അടുത്ത് ഏട്ടനുണ്ട് കേട്ടോ. മോള് പേടിക്കരുത് കേട്ടോ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് നെറുകയിൽ ചുംബിച്ചു. ശക്തിയെ വേഗം തന്നെ തിയേറ്ററിലേക്ക് മാറ്റി. ശിവ അതിനു പുറത്ത് ചുമരിൽ ചാരി നിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞും അവൻ അതേ നിൽപ്പ് തുടർന്നു. സൂരജ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, എത്ര നേരമായി നീ ഒരേ നിൽപ്പ് നിൽക്കുന്നു? നീ വാ, അവിടെ വന്നിരിക്കും. നിന്റെ വാവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ശിവ അവിടെ നിന്ന് അനങ്ങിയില്ല. ആരോടൊന്നും മിണ്ടാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു. എല്ലാവർക്കും അവൻ്റെ അവസ്ഥ സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു.
ശേഖരനും പത്മിനിക്ക് പോലും അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പോയി. പിന്നെയും കുറേ നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ. ശിവ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോക്ടർ ശിവയുടെ കൈ പിടിച്ചു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. എന്നാൽ ഒരു 24 hours ഒബ്സർവേഷനിലിരിക്കണം. മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്. ഉണങ്ങാൻ കുറച്ച് താമസം എടുക്കും. നന്നായിട്ട് കെയർ ചെയ്യണം. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ശിവയുടെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്ന് കാണണം ഡോക്ടർ. സോറി, ഇപ്പം കാണാൻ പറ്റില്ല. ഇപ്പം ICUലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഉണർന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾ കയറി കാണാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്ലീസ് ഡോക്ടർ, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ഓക്കെ, ICUലേക്ക് മാറ്റി കഴിഞ്ഞാൽ വിളിക്കാം. അദ്ദേഹം ശിവയെ നോക്കി. ശിവ, എന്താ ഇത്? തൻ്റെ ദേഹം മൊത്തം ചോരയാണല്ലോ. താൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ശക്തിയെ കാണാം. അറിയാലോ, യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ അവൾക്ക് ആയിക്കൂടാ. ഞാൻ വേഗം വരാം. സൂരജ് അവന് മാറാനുള്ള ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിരുന്നു. അവരവിടെ റൂമെടുത്തു. തൻ്റെ ഷർട്ടിലും മുണ്ടിലുമായുള്ള രക്തത്തിലേക്ക് നോക്കി. അവന് നെഞ്ചൊക്കെ വിങ്ങുന്നതായി തോന്നി. കണ്ണിൽ നിന്നും കണ്ണീരിന് പകരം ചോര വരുന്നത് പോലെ ശങ്കറും ശേഖരനും അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, അവൾക്ക് കുഴപ്പമൊന്നും വരില്ലട. നീ ഇങ്ങനെ തളർന്നു പോവല്ലേ ശിവ. ഞങ്ങൾക്ക് പറ്റുന്നില്ലത് കണ്ടു നിൽക്കാൻ. ശങ്കർ കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു. മോനെ, എൻ്റെ മോള്, അവൾക്ക് നിന്നെ വിട്ട് എവിടെയും പോവാനാവില്ല. എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ നാവിൽ ദേവേട്ടാന്നുള്ള മന്ത്രം മാത്രമാണ് വരുന്നത്. അവള് നിന്നെ വിട്ട് എവിടെയും പോവില്ലട. വേഗം ചെല്ല്, അവള് കാണണ്ടേ. ശിവ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. അവൻ വേഷം മാറി ICUവിൻ്റെ അടുത്തേക്ക് നടന്നു. അവനെ നോക്കി സിസ്റ്റർ ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് വേഗം അങ്ങോട്ടേക്ക് ഓടി. സർ, എന്താ പറ്റിയത്? സർ, മാഡം ഉണർന്നു. സാറിനെ കാണുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ശരീരം അനങ്ങാൻ പാടില്ല. സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സാറിന് വേഗം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഡോക്ടർ. ശിവ അത് കേട്ട പാതി ഓടി. അവൻ ICUവിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ശക്തി, ബോഡി അനങ്ങരുത്. ശിവ ഇപ്പോൾ വരും. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് നോക്കി. ശിവ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. ദേവേട്ട. ദാ വന്നല്ലോ. തന്നെ കാണുമെന്ന് പറഞ്ഞ് കരയുവാ. ശിവ, അധികം സംസാരിക്കാതെ ശ്രദ്ധിക്കണം. അയാൾ ശിവയുടെ തോളിൽ തട്ടി പുറത്തേക്ക് പോയി. അവൻ വേഗം അവളുടെ അടുത്തേക്ക് മുഖം ചേർത്തു. അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. വാവേ. ഏട്ടാ. ഏട്ടന് മോൾ കരയില്ലേ? ഏട്ടൻ വാവയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഏട്ടന് എന്തെങ്കിലും പറ്റിയോ? എനിക്കെന്ത് പറ്റാനാടി? എനിക്കുള്ള കൂടെ നിനക്കല്ലേ. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് ഇറ്റി വീണു. ദേവേട്ട കരയില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ആരാ അവരൊക്കെ? എന്തിനാ നമ്മളെ? അവൻ വേഗം കണ്ണു തുടച്ചു. അവളുടെ മുഖവും തുടച്ചു കൊടുത്തു. മോളിപ്പോൾ ഒന്നും ആലോചിക്കണ്ട. ഇനിയൊന്നും സംഭവിക്കില്ല. ഏട്ടനില്ലേ കൂടെ? വാവ കിടന്നോട്ടോ. അധികം സംസാരിക്കണ്ട. എല്ലാവരും പുറത്തുണ്ട്. കുഞ്ഞൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാവരും വരും. ശിവ, താൻ പുറത്തു നിന്നു. ശക്തിയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റുക. വേണ്ട, ദയവായിട്ട് എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ അടുത്ത് പോവല്ലേ പ്ലീസ്. പേടിക്കേണ്ട ശക്തി, ശിവ പുറത്തുതന്നെ ഉണ്ടാവും. വേണ്ട, എൻ്റെ കൂടെ നിന്നാൽ മതി. ഞാൻ സമ്മതിക്കില്ല. അവൾ കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ശിവ, താനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വാവേ. വേണ്ട, ഒന്നും പറയല്ലേ. എൻ്റെ അടുത്ത് പോവല്ലേ ദയവേട്ട. എനിക്ക് പേടിയാ. ഏട്ടുള്ളപ്പോൾ മോളിങ്ങനെ പേടിക്കില്ലേ? ശരീരം അധികം അനങ്ങിയ മോൾക്ക് വേദനിക്കും. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പ്ലീസ് പോവല്ലേ, എൻ്റെ അടുത്തൊന്നും പോവല്ലേ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. ശിവ കണ്ണു നിറച്ച് നിസ്സഹായാവസ്ഥയിൽ ഡോക്ടറെ നോക്കി. ശക്തി, മോളെ പറയുന്നത് കേൾക്ക്. ഡോക്ടർ അവൾ അനുനയിപ്പിക്കാൻ നോക്കി. വേണ്ട, ഞാനും വരും ഏട്ടൻ്റെ കൂടെ. അവൾ പതി എണീക്കാനായി തുടങ്ങി. പെട്ടെന്ന് വേദന കൊണ്ട് അവൾ ആർത്തു. ശക്തി, നോ. ഡോക്ടർ അവൾ തടഞ്ഞു. മോളെ വേണ്ട. ശിവ അവളുടെ ഷോളിൽ പിടിച്ച് പതിയെ അവിടെ തന്നെ കിടത്തി. ഡോക്ടർ ശക്തിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ശക്തി ഇളകിയ സ്റ്റിച്ച് പൊട്ടും, മോൾക്ക് വേദന എടുക്കും. പിന്നെ ശിവയോട് തിരിഞ്ഞെന്ന് പറഞ്ഞു. ശിവ, താൻ കൂടെ നിൽക്ക്. ഞാൻ അവിടെ ഇൻഫോം ചെയ്യാം. സ്റ്റിച്ച് എങ്ങാനും പൊട്ടിയാൽ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി കുറേ ബ്ലഡ് ലോസ് സംഭവിച്ചതാണ്. ഇനിയും അങ്ങനെ ഉണ്ടായാൽ. പിന്നെ ശക്തിയോടായി പറഞ്ഞു. പേടിക്കേണ്ട മോളെ, മോളുടെ ദൈവത്തെ കൂടെ തന്നെയുണ്ട്. അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ശിവ പതിയെ അവളുടെ അടുത്തേക്ക് ഇരുന്നു. എന്നെ വിട്ട് പോവല്ലേ. അവൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വിതുമ്പി. ശിവ അവളുടെ അടുത്തേക്ക് ഇരുന്നു. തലമെല്ലെ തലോടി. അവൻ്റെ ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥയിലും അവനൊന്നും കാണിക്കാതെ ഇരുന്നു. ഇല്ല ബാവേ, ഏട്ടൻ മോളുടെ അടുത്തുനിന്നും എങ്ങോട്ടും പോവില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഞാനുണ്ടാവും. അപ്പോഴേക്കും ഡോക്ടർ വന്ന് അവൾക്കൊരു ഇഞ്ചക്ഷൻ നൽകി. പതിയെ ശക്തിയുടെ കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരുന്നു. ഇല്ല കൂട്ട, ഏട്ടൻ അടുത്തുണ്ട്, വാവ് ഉറങ്ങിക്കും. അവൻ അവളുടെ തലയിൽ പതിയെ തലോടി. ശക്തി പതിയെ മയക്കത്തിലേക്ക് വീണു. സെഡേറ്റീവ് കൊടുത്താണ് കുറച്ച് കഴിയും ഉണരാൻ. അനസ്തേഷ്യയുടെ എഫക്റ്റ് വിട്ടാൽ വേദന വരാൻ ചാൻസ് ഉണ്ട്. സോ ഇനി കുറച്ച് കഴിയും ഉണരാൻ.
ശിവ പുറത്തേക്ക് പോയിക്കോളൂ. ഡോക്ടർ, ഡോണ്ട് വറി സാർ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? സാറ് കൂടെ എങ്ങനെയായാലും. ആ പിന്നെ സാറിൻ്റെ ജീവനാണ് കേട്ടോ ഇവൾക്ക്. ഉപബോധ മനസ്സിൽ പോലും സാറിൻ്റെ പേരാ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യു ആർ റിയലി ലക്കി ടു ഹാവ് ഹെർ. അവൻ ശക്തിയെ നോക്കി, പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോയി. പുറത്ത് അവനെ കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാതെ അവൻ റൂമിലേക്ക് പോയി. അവന് പിറകെ ഡോക്ടർ ഇറങ്ങി. ഡോക്ടർ, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? ഏയ് പേടിക്കാനൊന്നുമില്ല, 24 hours ഒബ്സർവേഷനിലാണ്. എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? പത്മിനി ചോദിച്ചു. സോറി, എല്ലാവരും കയറി കാണുന്ന എലൗഡല്ല, പിന്നെ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. സോ വേണ്ട ഡോക്ടർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ പൊന്നുമോൾക്കൊന്നും വരാതിരുന്നാൽ മാത്രം മതി. ശങ്കർ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് ഒന്നുമില്ല, പേടിക്കാതിരിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുക. സൂരജ് ഒന്നിങ്ങി വന്നേ. ഡോക്ടർ സൂരജിനെ വിളിച്ച് മാറ്റി നിർത്തി. ഇത് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട കേസാണ്, പക്ഷേ ശിവദേവ് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. സോ സാറിനോട് ചോദിക്കാതെ ഞാനൊന്നും തീരുമാനിക്കുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ട് പറയാം ഡോക്ടർ. ശിവദേവ് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രീതിയിൽ അയാളെ കാണുന്നത്. അവൻ്റെ ജീവൻ്റെ തുടിപ്പാണ് സർ അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അവൻ എനിക്ക് മനസ്സിലായിടും. അവൾക്കും അങ്ങനെ തന്നെയാണ്. വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. ദൈവത്തിൻ്റെ കൈകൾ കൂട്ടിച്ചേർത്ത പോലെ തോന്നി. അല്ലാതെ ശക്തി രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അവരെ പിരിക്കില്ലല്ലോ. ശിവ നേരെ റൂമിലേക്ക് പോയി വാതിലടച്ച് കട്ടിലിൽ പോയി തലയിനെടുത്ത് അതിൽ മുഖം പൊഴുത്തി ആർത്ത് കരഞ്ഞു. അവൻ്റെ അലർച്ച മുഴുവൻ അതിൽ അമർന്നു പോയി. കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ സങ്കടം ഒഴുക്കി. അവൻ ഫോണെടുത്ത് അതിലെ വാൾപേപ്പർ നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ശക്തിയുടെ മുഖം കണ്ട് അവൻ അതിലൂടെ വിരലോടിച്ചു. അന്ന് നീ ചോദിച്ചില്ലേ സ്നേഹത്തിൽ എന്തെങ്കിലും എൻ്റെ ഒപ്പത്താൻ ആവൂ എന്ന്? പക്ഷേ ഇപ്പോൾ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. എൻ്റെ കൺമുമ്പിൽ കിടന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. എനിക്കെൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായില്ലല്ലോ. പതിയെ പതിയെ ആ മുഖത്ത് സംഹാരത്തിൻ്റെ രൗദ്രഭാവമായി. നീ അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അറിയിച്ചിട്ടേ അവരെ എല്ലാത്തിനെയും ഞാൻ കൊല്ലൂ.